മഹാനായ സാലിഹുൽ മരി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അബുല്ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. ഒരു വെള്ളിയാഴ്ച രാവിലെ ജുമാഅത്ത് പള്ളിയിലേക്ക് പോയിട്ട് സുബ്ഹി നിസ്കരിക്കണം എന്ന് മനസ്സിലാക്കി മഹാനവർകൾ വീട്ടിൽ നിന്നിറങ്ങി. സുബ്ഹിക്ക് വെള്ളിയാഴ്ച രാവിലെ സുബ്ഹി നിസ്കാരം അത് ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിർവഹിക്കുക, അതും വല്ലാത്ത പുണ്യമുള്ള ഒരു സംഗതിയാണ്. സാധാരണ ദിവസം തന്നെ രാവിലെ സുബ്ഹി നിസ്കാരം ജമാഅത്തായിട്ടാണ് പുരുഷന്മാർ നിസ്കരിക്കേണ്ടത്. അത് കഴിയുന്നതും പള്ളിയിൽ പോയിട്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ ജമാഅത്തായി പള്ളിയിൽ സുബ്ഹി നിസ്കാരം നിർവഹിക്കുന്നവന് വലിയ പുണ്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ ഉണ്ട്. വെള്ളിയാഴ്ച രാവിലത്തെ സുബ്ഹിയും കൂടിയാകുമ്പോൾ അതിൻ്റെ പ്രത്യേകത വളരെ കൂടുതലാണ്. അങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഫമർറ ബി മഖ്ബറ, സാലിഹുൽ മരി റളിയല്ലാഹു അൻഹു ഒരു മഖ്ബറയുടെ സമീപത്ത് കൂടി പോവുകയാണ്. അങ്ങനെ ആ മഖ്ബറയുടെ സമീപത്തെത്തിയപ്പോൾ മഹാനവറുകൾക്ക് തോന്നി, ഞാനിവിടെ സുബ്ഹി വരെ ഇവിടുന്ന് കുറച്ച് നിസ്കാരം നിർവഹിക്കാൻ ഈ മഖ്ബറയിൽ കൂടാനും ഞാൻ സമയം കാണാം എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അവിടെ നിന്ന് ആ മഖ്ബറയുടെ സമീപത്ത് അവിടെ ബഹുമാനപ്പെട്ടവർ കടന്നു. ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് കറാഹത്താണ്. അതുകൊണ്ട് ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കരുത്. മറിച്ച് അല്ലാത്ത വിധത്തിൽ നിസ്കരിക്കാൻ സാഹചര്യമുള്ള സ്ഥലത്ത് നിന്നാണ് നിസ്കരിക്കേണ്ടത്. അതിരിക്കട്ടെ, അത് മറ്റൊരു മസലയാണ്. ഏതായിരുന്നാലും ശരി, മഹാനായ സാലിഹുൽ മരി റളിയല്ലാഹു അൻഹു ആ മഖ്ബറയുടെ സമീപത്ത് നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. അവിടെ ചാരി ഒരല്പസമയം അവിടെ ഇരുന്നു. ആ ഇരുത്തത്തിൽ ഉറക്കം തൂക്കി. അങ്ങനെ ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ ഉറക്കിൽ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ കണ്ടതെന്താണ്? ഖബറിലുള്ള ആളുകളെല്ലാം പുറത്തേക്ക് വന്നിരിക്കുന്നു. അവരെല്ലാം വട്ടമിട്ടിങ്ങനെ ഇരിക്കുകയാണ്. അവർ പരസ്പരം സംസാരിക്കുകയാണ്. അതാണ് കാണുന്നത്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉറക്ക തൂക്കുന്നവരില്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു സ്വലാത്ത് ചൊല്ലിയാൽ നല്ലതാണ്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇവിടെ ഇരിക്കുന്ന കുറച്ചാൾ ഇങ്ങോട്ടേക്ക് മാറിയിരുന്ന പിന്നെ വരുന്നവർക്ക് അവിടെ അങ്ങനെ ഇരിക്കാനൊരു സൗകര്യം കിട്ടും. അപ്പോൾ പിന്നെ നിങ്ങൾ ഇടയിൽ കൂടി പോകേണ്ടി വരില്ല. അല്ലാഹ്, ഇരുന്നോളി. ഖബറിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് വന്ന് വട്ടമിട്ടിരുന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴതാ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊക്കെ വളരെ മുഷിഞ്ഞ വസ്ത്രമാണ്. അദ്ദേഹം ഒരു സ്ഥലത്തൊരു മൂലയിൽ ഒരു ഭാഗത്ത് പോയി വളരെ ദുഃഖിതനായി ഇരിക്കുന്നതാണ് കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് കുറേ വട്ടത്തളികകൾ വരുന്നു. ആ വട്ടത്തളികകൾ ഒരു ടവൽ കൊണ്ട് മൂടിയിട്ടുണ്ട്. ആ വട്ടത്തളിക കൊണ്ടുവന്ന് ഓരോരുത്തർക്കും ഓരോ തളിക ലഭിക്കുന്നു. ആ കിട്ടിയ തളികയുമായി കിട്ടിയവരൊക്കെ ഖബറിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഈ ചെറുപ്പക്കാരൻ, വളരെ മുഷിഞ്ഞ തുണിയൊക്കെ കൊടുത്ത് വന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിനൊന്നും കിട്ടിയില്ല. അദ്ദേഹം ദുഃഖിതനായി ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം എല്ലാവരും പോയപ്പോൾ അദ്ദേഹം ഫഖാമ ഹസീനൻ, വളരെ ദുഃഖിതനായി എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ മഹാനായ സാലിഹുൽ മരി റളിയല്ലാഹു അൻഹു സമീപത്തേക്ക് ചെന്ന് വിളിച്ചു, യാ അബ്ദുല്ലാ മാലി യറാക ഹസീനൻ. എല്ലാവരെയും വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് അബ്ദുള്ള. അള്ളാഹിൻ്റെ അടിമ എന്നാണ് എൻ്റെ പേര്. അള്ളാഹിൻ്റെ അടിമയല്ലാത്ത ആരും ലോകത്തുണ്ടാവില്ല. അപ്പോൾ അബ്ദുള്ള എന്ന പേര് അള്ളാഹുവിൻ്റെ അടിമ എന്ന അർത്ഥത്തിൽ ഏതൊരാളെയും വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ്. അറബികൾക്കൊരു ശൈലിയുണ്ട്. പേരറിഞ്ഞുകൂടാത്തവരൊക്കെ മുഹമ്മദ് എന്ന് വിളിക്കുന്ന ഒരു ശൈലിയുണ്ട്. മുഹമ്മദ് അങ്ങനെ വിളിക്കും, ചിലർ ഹാജി എന്ന് വിളിക്കും. കാരണം രണ്ടും വിളിച്ചാൽ ആർക്കും കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. കാരണം പേര് മോശമായിപ്പോയി എന്നുള്ളവർക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ വിളിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരിക്കട്ടെ, അബ്ദുള്ള എന്ന് വിളിച്ചു സാലിഹുൽ മരി റളിയല്ലാഹു അൻഹു. അതാരെയും വിളിക്കാവുന്നൊരു പേരാണ്. അല്ലാഹുവിൻ്റെ അടിമകളല്ലാതെ ലോകത്ത് ഇവിടെ ആരുമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ
ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനെ ഒരു പോലീസുകാരൻ വന്ന് കുതിരപ്പുറത്ത് വന്നിട്ട് ചോദിച്ചു, ആബുദുൻ അന്ത, നിങ്ങൾ അടിമയാണോ എന്ന് ചോദിച്ചു. മൂപ്പര് പറഞ്ഞു, നാം, ഞാൻ അടിമയാണ് എന്ന് പറഞ്ഞു. എന്താണ്? അള്ളാഹിൻ്റെ അടിമയാണല്ലോ, പറഞ്ഞത് ശരി തന്നെയല്ലേ, അടിമയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നീട് ബഹുമാനപ്പെട്ടവർ എന്നോട് ചോദിച്ചു, കൂടുതൽ ആളുള്ള സ്ഥലം ഏതാണ്? പോലീസുകാരതല്ലേ നോക്കുക, ആൾ കൂടുതലുള്ള സ്ഥലം എവിടെയാണ്, അവിടെ അല്ലേ അവർക്ക് ഡ്യൂട്ടി. അപ്പോൾ മഖബറ കാണിച്ചു കൊടുത്തു, കാരണം ഒരുപാട് ആളുണ്ടല്ലോ അവിടെ. ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. അപ്പോൾ പോലീസുകാരൻ്റെ ദേഷ്യം പിടിച്ച് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹുവിനെ തല്ലാൻ തുടങ്ങി. അപ്പോൾ ആരോ കണ്ട്, ദൂരെ നിന്ന് കണ്ട് ഓടി വന്ന് പോലീസുകാരനോട് ഇത് ഇബ്രാഹിം റളിയല്ലാഹു ആണ് എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് ചോദിച്ചു. മാപ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളെന്തിനാ ഇങ്ങനെ പറഞ്ഞത് എന്നോട്? കൂടുതൽ ആളുള്ള സ്ഥലം ഏതാണ് ചോദിച്ചാൽ നിങ്ങളെന്തിനാ ഈ ആളില്ലാത്ത സ്ഥലം കാണിച്ചു തന്ന്? അവിടെ ഒരുപാട് ആളുണ്ടോ, അത് ഖബറിൻ്റെ ഉള്ളിലാണെന്നേ ഉള്ളൂ, അവിടെ ഒരുപാട് ആളുണ്ട്, ഒരുപാട് ആളുള്ള സ്ഥലമാണ്, ഞാൻ കളവൊന്നുമല്ല പറഞ്ഞത്. അതേപോലെ തന്നെ നിങ്ങൾ അടിമയാണെന്ന് ചോദിച്ചാൽ അടിമയാന്ന് പറഞ്ഞ്, അതേ ഞാൻ അടിമയല്ലേ, ഞാൻ അള്ളാഹിൻ്റെ അടിമയല്ലേ. എല്ലാവരും അടിമകളാണ്, അല്ലാഹുവിൻ്റെ അടിമകളല്ലാത്ത ഒരു സൃഷ്ടിയും ലോകത്തില്ല. എല്ലാവരും അല്ലാഹുവിൻ്റെ അടിമയാണ്. അല്ലാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയുന്നത് അഭിമാനമാണ്. അല്ലാഹുവിൻ്റെ അടിമയാണെന്ന് പറയുന്നത് അഭിമാനമാണ്. വേറൊരാൾ അടിമയാണെന്ന് പറയുമ്പോൾ നമുക്ക് അപമാനമാണ്. ഏതുപോലെ അല്ലാഹുവിനോട് കൈ ഉയർത്തി യാചിക്കുന്നതിന് നമുക്ക് വലിയ അഭിമാനമാണ്. അവനല്ലാതെ തരുന്നവൻ വേറെ ആരാണ്? അവനല്ലാതെ കൊടുക്കുന്നവൻ ആരാണ്? അവനോടല്ലാതെ ആരോട് ചോദിക്കാനാണ്? അതുകൊണ്ട് അല്ലാഹുവിനോട് യാചിക്കുക എന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. മറ്റുള്ളവരോട് യാചിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അപമാനമാണ്. അല്ലാഹുവിൻ്റെ അടിമ എന്ന ആ ഒരു അഡ്രസ് പറയൽ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അടിമയാണ്, അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും പറഞ്ഞ വാചകം തന്നെ നമുക്ക് കാണാം. അൽഹംദുലില്ലാഹില്ലസീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അല്ലാഹുവിൻ്റെ അടിമയുടെ മേൽ അല്ലാഹു അവൻ്റെ കിതാബിനെ ഇറക്കിക്കൊടുത്തു. അല്ലാഹുവിൻ്റെ റസൂലിനെ ബഹുമാനിച്ച് ആദരിച്ച് പറഞ്ഞ അള്ളാഹിൻ്റെ അടിമയാണെന്ന് തന്നെ വലിയ ബഹുമാനമാണ്, വലിയ അഭിമാനമാണ്. അതേപോലെയാണ് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിൻ്റെ അടിമയെ രാപ്രയാണം നടത്തി. അവിടെയൊക്കെ അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്ത്, സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല അവൻ്റെ അടിമ എന്ന പ്രയോഗമാണ് നടത്തിയത്. ഖുർആനിൽ വേറെയും പല സ്ഥലത്തും നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വഇബാദുർ റഹ്മാനി അല്ലദീന യംശൂന അലൽ അർളി ഹൗന, റഹ്മാനായ അല്ലാഹുവിൻ്റെ അടിമകൾ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന, അവൻ സ്വർഗം കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവൻ്റെ അടിമകൾ എന്ന് പറയുന്നു. ആ അടിമകൾ എന്ന വിളി നമുക്ക് വലിയ അഭിമാനമാണ്. അല്ലാഹു ജല്ല ജലാലുഹു യജമാനനാണ്. ആ യജമാനനായ റബ്ബ് സാധുക്കളായ നമുക്കെല്ലാവർക്കും കാരുണ്യം നൽകുകയും പാവപ്പെട്ട നമുക്കെല്ലാവർക്കും, നമ്മുടെ ഉമ്മബാപ്പമാർക്കും, നമ്മെ സ്നേഹിച്ചവർക്കും, നമ്മളുടെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവർക്കും എല്ലാവർക്കും മാപ്പ് നൽകി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, യാ അബ്ദല്ലാഹ് എന്ന് സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹു ആ ഖബറിൻ്റെ സമീപത്ത് കിടക്കുന്ന സമയത്ത് ഉറക്കിൽ കണ്ട ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അവരെ എല്ലാവർക്കും വന്നവർക്കൊക്കെ ഓരോ വട്ട തളിക കിട്ടി. തളികയുമേ എല്ലാവരും ഇറങ്ങിപ്പോയി. ഖബറിൽ ഒരാൾ മാത്രം ബാക്കിയായി. അദ്ദേഹം മുഷിഞ്ഞ തുണി കൊടുത്ത് വന്ന ആളാണ്. അദ്ദേഹം വലിയ ദുഃഖിതനാണ്, അയാൾക്കൊന്നും കിട്ടിയില്ല. അദ്ദേഹം ആ ദുഃഖത്തോടുകൂടെ ഖബറിലേക്ക് തിരിച്ചു പോകുമ്പോൾ സാലിഹുൽ മുരി തങ്ങൾ വിളിച്ചതാണ് യാ അബ്ദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമയായ മനുഷ്യ എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, മാലി യറാക ഹസീനൻ വമല്ലദീ റഅയ്തു, എന്താണ് ഞാൻ നിങ്ങളെ ദുഃഖിതനായി കണ്ടത്, എന്താണ് ഞാൻ ഈ കണ്ട സംഭവങ്ങളൊക്കെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ സാലിഹുൽ മുരി, ഓ സാലിഹുൽ മുരി തങ്ങളെ, ഹൽ റഅയ്തൽ അത്ബാഖ്, നിങ്ങൾ ആ വട്ട തളികകൾ കണ്ടോ? അപ്പോൾ പറഞ്ഞു, ഞാൻ കണ്ടു. ഖുൽതു നഅം ഫമാ ഹിയ, അതെന്താ മോനെ? അപ്പോൾ പറഞ്ഞു, അത് തിൽക അൽതാഫുൽ അഹ്യാഇ ലിമൗതാഹും കുല്ലമാ തസദ്ദഖു അൻഹും, അത് മരിച്ചവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന
സൽക്കർമ്മങ്ങൾ, അവരുടെ പേരിൽ ചെയ്യുന്ന സദഖകൾ, അവരുടെ പേരിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അതാണ് ഒരു തട്ടിലായി, ഒരു വട്ട തളികയിലായി അവർക്കെല്ലാം ലഭിച്ചിട്ടുള്ളത്. അത് ഈ രാത്രി വെള്ളിയാഴ്ച രാവ് വരെ അവർക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഈ വെള്ളിയാഴ്ച രാവിലാണ് അവർക്കത് വിതരണം നടക്കുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച രാവിൽ അതിൻ്റെ വിതരണമാണ്. അവർക്കൊക്കെ അങ്ങനെ കിട്ടി. കുല്ലമാ തസദ്ദഖു അൻഹും ഉദിഉ ലഹും അതാഹും ദാലിക ഫീ ലൈലത്തിൽ ജുമുഅ. വെള്ളിയാഴ്ച രാവിലെ അത് കിട്ടുകയാണ്. പിന്നെ വൈന്നി റജുലുൻ, ഞാൻ ദുഃഖിതനായത് എന്താണ്? ഞാൻ മിൻ അഹ്ലി സിന്ധി, ഞാൻ സിന്ധുകാരനാണ്. അഖ്ബൽതു ബിവാലിദതി, ഞാൻ എൻ്റെ ഉമ്മയെയും കൂട്ടിയിട്ട് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു വന്നതാ. അങ്ങനെ ഞങ്ങൾ ബസ്രയിലെത്തിയപ്പോൾ അവിടെ വെച്ച് ഞാൻ മരിച്ചുപോയി. ഞാൻ മരണപ്പെട്ടതിന് ശേഷം എൻ്റെ ഉമ്മ വേറെ വിവാഹിതയായി. ആ വിവാഹം കഴിക്കുന്ന സമയത്ത് എനിക്കിങ്ങനൊരു മോനുണ്ടായിരുന്നു, മരിച്ചുപോയതാണ് എന്ന വിവരമൊന്നും പുതിയ ഭർത്താവിനോട് എൻ്റെ ഉമ്മ പറഞ്ഞില്ല. പിന്നെ ഉമ്മ എന്തായി, ഭർത്താവിൻ്റെ കൂടെ നല്ല സുഖജീവിതത്തിലായി. ഫമാ തദ്കുറുനി ബിശഫത്തിൻ വലാ ലിസാനിൻ, എന്നെ സംബന്ധിച്ച് പിന്നെ ഉമ്മ ഒരക്ഷരവും പറയലുമില്ല, എന്നെ ഓർക്കലുമില്ല, എനിക്ക് വേണ്ടി ഒന്നും ചെയ്യലുമില്ല. അങ്ങനെയായി. വേറെ ആരും എനിക്കൊരു കുടുംബക്കാര് ഇല്ലതാനും. ഫഖലിയൽ ഹുസ്നു, അതുകൊണ്ട് ഞാനൊരു ദുഃഖിതനായി. ഇത് ലൈസലീ മൻ യദ്കുറുനി, മരണപ്പെട്ടു പോയ എന്നെ ഓർക്കാൻ വേറെ ആരും ഇല്ലല്ലോ. ഞാൻ മരിച്ചും പോയി, എന്നെ ഓർക്കാൻ ആരുമില്ല, എന്നെ ഓർത്തിട്ട് എനിക്കെന്തെങ്കിലും ചെയ്യാൻ ആരുമില്ല. അപ്പൊ സാലിഹുൽ ബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയിന മൻസിലു ഉമ്മിക്, നിങ്ങളെ ഉമ്മാൻ്റെ വീട് എവിടെയാ മോനെ? അപ്പോൾ വീട്ടിൻ്റെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നേരം വെളുത്ത് സുബഹിയായി. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ജുമയൊക്കെ കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ ഈ ഉമ്മയുടെ വീടും അന്വേഷിച്ച് പോയി. അങ്ങനെ അവിടെ എത്തി, ഉമ്മാൻ്റെ വീട്ടിൻ്റെ അടുക്കലെത്തി. എത്തിയപ്പോൾ വീട്ടിലേക്ക് കയറാൻ വേണ്ടി സമ്മതം ചോദിച്ചു. സലാം ചൊല്ലി സമ്മതം ചോദിച്ചിട്ടില്ലാതെ ഒരു വീട്ടിലും കയറാൻ പാടില്ല എന്നത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ഒരു അദബാണ്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്തൊരു പതിവുണ്ടായിരുന്നു, ഇപ്പം ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കും. പഴയ കാലത്തൊരു പതിവുണ്ടായിരുന്നു. ഒരു വീട്ടിലങ്ങ് ചെന്നാൽ നേരെ സുബ്ഹാനല്ലാഹ്, പഴയ കാലത്ത് ബടാപ്പുറത്തും പോലെ ഉണ്ടാവും ആര്, ആ പുരക്കാരൻ ആണുങ്ങൾ. എന്നാൽ അയാളോട് ചിലപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് എന്നെ പറഞ്ഞ് കിട്ടിയാൽ ലാഭം. എന്നെ നേരെ അടുക്കളയ്ക്ക് പോയിട്ട് കുഞ്ഞാമീന്ന് വിളിക്കുന്ന ഒരു പതിവ്, അല്ലെങ്കിൽ ഐശൂ എന്ന് വിളിക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു, ചില വീടുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പഴയ കാലത്തുള്ള പല വേണ്ടാത്തതൊക്കെ ഇപ്പം ഇങ്ങനെ പോയി നന്നായി വരുന്നുണ്ട്. ഉള്ള പോലെ പറയണല്ലോ, എല്ലാം ബടക്കായി എന്ന് പറഞ്ഞൂടല്ലോ, ചിലതെല്ലാം നന്നായിട്ടുണ്ട്, അതിൽ പെട്ട ഒന്നാണ്. ഇപ്പം അങ്ങനെ അടുക്കളയിലേക്ക് പോയിട്ട് അങ്ങനെ അന്യ സ്ത്രീകളുമായി സംസാരിക്കുന്ന പരിപാടി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. നല്ല കാര്യം നല്ലതായിട്ട് തന്നെ പറയണമല്ലോ. ഏതുപോലെ എന്നറിയോ, പഴയ കാലത്ത് നമ്മളെ അങ്ങാടിയിലൊക്കെ ഇറങ്ങിയാൽ കുറേ ആളുകൾ ഈ തുണി മടക്കി കുത്തിയിട്ട് തുടയും കാണിച്ച് നടക്കുന്നത് കാണാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ ആളുകളെ കാണുന്നില്ല. അധികം ചെറുപ്പക്കാർ പാൻറ് ധരിക്കുന്നു, അല്ലാത്ത ആളുകളും തുണി ഉടുത്താൽ അത് മര്യാദയ്ക്ക് ഇത് താത്തിയിടാനുള്ളതാണ്, മടക്കി കുത്താനുള്ളതല്ല എന്ന ബോധം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് ഏകദേശം കാലിൻ്റെ തുട കാണാണ്ട്, ഹറാമ് കാണാതെ ഒരാൾക്കും നടക്കാൻ കഴിയാത്തൊരു ചുറ്റുപാടുണ്ടായിരുന്നു. ഈ കാലിൻ്റെ തുട തന്നെ ഔറത്താണ്, കാണിക്കൽ ഹറാമാണ്, നോക്കലും ഹറാമാണ്. അപ്പോൾ അതിങ്ങനെ കാണണ്ടെന്ന് വിചാരിച്ചവൻ കൂടി അത് കാണേണ്ടി വരിക. അങ്ങനത്തെ ഒരു സാഹചര്യം പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കുറേ മാറി വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. വയതുകൊണ്ടൊന്നും ഫലമില്ല എന്ന് പറയുന്നത് ശരിയല്ല. വയതുകൊണ്ടൊക്കെ ഒരുപാട് ഫലങ്ങളുണ്ട്. പിന്നെ എല്ലാവരും ശരിയാക്കാനുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരുള്ളതുകൊണ്ട് ഒരു രോഗം ഇല്ലാതിരിക്കുക, ആസ്പത്രികൾ കുറേ ഉള്ളത് കൊണ്ട് ആരും രോഗിയാകാതിരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ രോഗം ഇങ്ങനെ പലതും പുതിയവും പഴയതെല്ലാം വന്നുകൊണ്ടിരിക്കും. ആസ്പത്രി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ഡോക്ടർമാരുടെ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കും, ആസ്പത്രി പുതിയ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിങ്ങനെ ഓരോ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ നടന്നു പോകും. അത് സ്വാഭാവികമാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അവിടെ സലാം ചൊല്ലി സമ്മതം ചോദിക്കാതെ ഒരു വീട്ടിലും കിടക്കാൻ പാടില്ല. അങ്ങനെ സലാം ചൊല്ലി സമ്മതം ചോദിക്കുമ്പോൾ സലാം കേട്ടില്ലെങ്കിൽ 3 പ്രാവശ്യം ചൊല്ലണം എന്നാണ്. എന്നിട്ടും അവർ സലാം മടക്കുന്നെങ്കിൽ പിരിഞ്ഞു പോകണമെന്നാണ്. അതിന് അലോഗ്യമൊന്നും ആവശ്യമില്ല. അവിടെ ആരും ലേറ്റായിരിക്കാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് നമ്മളിപ്പോൾ തൽക്കാലം കയറുന്നതിൽ ഇഷ്ടം ഉണ്ടാവില്ല, അയാളെ സ്ഥലത്ത് കയറുന്നതിൽ ഇഷ്ടമില്ല, നമ്മൾ കയറണ്ടെന്നല്ലേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് അലോഗ്യത്തിനൊന്നും ആവശ്യമില്ലല്ലോ. ഏതായിരുന്നാലും ശരി, ഞാൻ സലാം ചൊല്ലി സമ്മതം ചോദിച്ചു. എനിക്ക് സമ്മതം കിട്ടി. ഞാൻ കയറി.
ആ സ്ത്രീ ഉള്ളിൽ മറയിലാണ്. ഞാൻ അവിടെ മുൻഭാഗത്തിയിരുന്നു. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, അവളും ഞാനും അല്ലാതെ വേറെ ആരും ഇത് കേൾക്കാനൊന്നുമില്ല. ഞാൻ ചോദിച്ചു, അതേ യർഹമുക്കില്ലാ, ഓ സഹോദരി, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ഹല്ലക വലദുൻ, നിങ്ങൾക്ക് ആൺകുട്ടിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ, വീട്ടിൻ്റെ വാതിലിന് മുട്ടുമ്പോൾ സലാം ചൊല്ലുമ്പോൾ ആരാന്ന് ചോദിക്കൂലേ? അങ്ങനെ സലാം ചൊല്ലി, വീട്ടിൻ്റെ ഉള്ളിൽ ആരാളാണോ വേണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ സലാം ചൊല്ലി വീട്ടിലേക്ക് സമ്മതം ചോദിച്ച് കയറിയതായിരിക്കും. അങ്ങനെ കയറിയപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സാലിഹുൽ മുരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാലിഹുൽ മുരി വലിയ വഅദ് പറയുന്ന ഒരു വലിയ ആലിമാണ്, ആളുകൾക്കൊക്കെ വലിയ ആദരവുള്ള ഒരാളാണ്. ആ സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹു ആണ് ഈ വന്നത് എന്നറിഞ്ഞപ്പോൾ സ്ത്രീ അവിടെ കയറാനുള്ള അനുമതിയും കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് മൂപ്പരങ്ങോട്ട് ഉള്ളിലൊന്നും പോയില്ല, പുറത്തവിടെ ഇരുന്നിട്ട് ആ സ്ത്രീയോട് ചോദിക്കുകയാണ്. ചോദിച്ച കാര്യം, നിങ്ങൾക്ക് ആൺകുട്ടിയുണ്ടോ, മകനുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പം പെട്ടെന്ന് തന്നെ ആ സ്ത്രീ പറഞ്ഞു, ലാ, എനിക്ക് ആൺകുട്ടിയില്ല എന്ന്. അപ്പം രണ്ടാമത് ഞാൻ ചോദിച്ചു, ഫഹൽ കാന ലക വലദുൻ, നിങ്ങൾക്കൊരാൺകുട്ടി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ചോദ്യത്തിനനുസരിച്ചാണല്ലോ മറുപടി വരിക. നേരത്തെ ചോദിച്ചത് ആൺകുട്ടി ഉണ്ടോന്നാ, അത് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, നിങ്ങൾക്കൊരാൺകുട്ടി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ ഒരു നെടുവീർപ്പിട്ടു. എന്നിട്ട് പറഞ്ഞു, ഖദ് കാന ലീ വലദുൻ ശാബുൻ, ഒരു ചെറുപ്പക്കാരനായ ആൺകുട്ടി എനിക്കുണ്ടായിരുന്നു. ഫമാത്ത, ആ കുട്ടി മരിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സ്വപ്നം ഞാൻ ആ സ്ത്രീക്ക് വിശദീകരിച്ചു കൊടുത്തു. എല്ലാവർക്കും വെള്ളിയാഴ്ച രാവിൽ അവരുടെ കുടുംബങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ലഭ്യമായിട്ട് സന്തോഷത്തോടെ ഖബറിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അതേ സമയത്ത് നിങ്ങളുടെ മകൻ ദുഃഖിതനായിരിക്കുന്നു. കാര്യം തിരക്കിയപ്പോൾ എനിക്ക് വിശദീകരണം കിട്ടിയത് ഇങ്ങനെയാണ്. എനിക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു, ആ ഉമ്മയെ ഞാൻ ഹജ്ജിന് പോയതായിരുന്നു. ഞാൻ മരിച്ചതിൻ്റെ ഉമ്മ എന്നെ ഓർമ്മിക്കുന്നില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാറില്ല, എന്നെ ഓർമ്മിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ വെറും കയ്യോടെ ഖബറിലേക്ക് പോവുകയാണ്. വെള്ളിയാഴ്ചയാണ് ഖബറിൽ കിടക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതൊക്കെ കിട്ടുന്നത് എന്ന നിലക്ക് സംസാരിച്ച വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഫബഗത്, ആ സ്ത്രീ അങ്ങ് കരഞ്ഞു. ആ കരഞ്ഞ് ആ സ്ത്രീയുടെ കവിൾത്തടത്തിലൂടെ വെള്ളമലിക്കുന്ന വിധത്തിൽ ആ സ്ത്രീ വല്ലാതെ അങ്ങ് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ സാലിഹ്, ഓ സാലിഹുൽ മുരി, ദാക വലദി, അതെൻ്റെ മോനാണ്, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്, എൻ്റെ വയറ്റിലിട്ട് പോറ്റിയതാണ്, എൻ്റെ മുല കൊടുത്ത് പോറ്റിയതാണ്, എൻ്റെ മോനാണ്, എൻ്റെ മടിയിൽ കിടത്തി പോറ്റിയതാണ്. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അവർ ദുഃഖം, വല്ലാത്ത ദുഃഖമാ ഉമ്മക്ക്. ആ ഉമ്മ എന്ത് ചെയ്തു? ആ ഉമ്മ എനിക്ക് 1000 ദിർഹം എടുത്തു തന്നു. എന്നിട്ട് പറഞ്ഞു, തസദ്ദഖ ബിഹാ അലാ ഹബീബി വ ഖുർറത്തി ഐനി, എൻ്റെ കൺകുളിർക്കുന്ന എൻ്റെ കരളിൻ്റെ കഷ്ണമായ മകൻ, ആ മകൻ മരിച്ചിട്ട് മകൻ്റെ പേരിൽ ഞാനൊന്നും ചെയ്തില്ല, ആ മകനെ ഞാൻ ഓർത്തില്ല. അതിലുള്ള ഖേദത്തോടുകൂടെ 1000 ദിർഹം എടുത്തു കൊടുത്ത് 1000 വെള്ളി നാണയം എടുത്തു കൊടുത്തിട്ട് പറയുന്നു, ഇത് നിങ്ങളൊന്ന് എൻ്റെ മകൻ്റെ പേരിൽ ധർമ്മം ചെയ്യണേ. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മരിച്ചുപോയ മോനെ മറക്കൂല. വലാ അൻസാഹു ദുആ, ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മോന് വേണ്ടി ദുആ ചെയ്യുന്നത് മറക്കൂല. വസ്സദഖ, എൻ്റെ മകൻ്റെ പേരിൽ ധർമ്മം ചെയ്യുന്നത് ഞാൻ മറക്കൂല. ഇനി എത്ര കാലം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ, ആ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഞാൻ എൻ്റെ മോനെ മറക്കൂല. മഹാനായ സാലിഹുൽ മുരി തങ്ങൾ പറഞ്ഞു, ഞാൻ അവിടുന്ന് ഇറങ്ങി 1000 ദിർഹമാണ് എന്നെ ഏൽപ്പിച്ചത്. അത് മുഴുവനും സദഖ ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ പേരിൽ സദഖ ചെയ്തു. അങ്ങനെ പിറ്റേ വെള്ളിയാഴ്ചയായി. ആ വെള്ളിയാഴ്ചയും ഞാൻ ജുമഅയെ ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ആ മഖ്ബറയിലേക്ക് എത്തി. അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. ഒരു ഖബറിലെ എൻ്റെ സമീപത്ത് ഞാനിങ്ങനെ ചാരിയിരുന്നു കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുന്നത് പോലെ ഇരുന്നപ്പോൾ എൻ്റെ തലയങ്ങോട്ട്, അതാ ഉറക്കം തൂക്കിയിട്ട് തലയങ്ങോട്ട് കുനിഞ്ഞുപോയി. ഞാൻ കാണുന്നു, കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ ആളുകൾ കുറേ ഖബറിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്.
ആ കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ട ചെറുപ്പക്കാരനുമുണ്ട്. അലൈഹി സിയാബുൻ ബീളുൻ, അദ്ദേഹത്തിന് നല്ല വെളുത്ത വസ്ത്രങ്ങളുണ്ട്. ഫരിഹൻ മസ്റൂറാ, വളരെ സന്തുഷ്ടനാണ് അദ്ദേഹം. കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെയല്ല, വളരെ സന്തുഷ്ടനായിട്ടാണ് കാണുന്നത്. പിന്നെ അദ്ദേഹം നേരെ എന്നിലേക്ക് ഇങ്ങോട്ട് വന്നു. ഹത്താദന മിന്നി, എൻ്റെ സമീപത്തേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറയാണ്, യാ സാലിഹുൽ മുർരി, ഓ സാലിഹുൽ മുർരി, ജസാക്കല്ലാഹു ഖൈറൻ അന്നീ, അല്ലാഹു തആല നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഫലം നൽകട്ടെ. വഖദ് വസലത് ഇലൈനൽ ഹദിയ, എൻ്റെ ഉമ്മ എൻ്റെ പേരിൽ ധർമ്മമായി ഹദിയ ചെയ്യാൻ വേണ്ടി തന്ന ആ ഹദിയയുണ്ടല്ലോ, അതെനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സന്തുഷ്ടനാണ് ആ ചെറുപ്പക്കാരൻ. മഹാനായ സാലിഹുൽ മുരി തങ്ങളപ്പോൾ ചോദിച്ചു, അന്തും താരിഫൂനൽ ജുമുഅ, മരിച്ചു കിടക്കുന്ന നിങ്ങൾക്ക് ജുമഅയെ സംബന്ധിച്ചറിയാമോ? വെള്ളിയാഴ്ചയും ജുമയൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റുമോ? അപ്പോൾ മറുപടി പറയാണ്, ഖാല നഅം, അതെ അറിയാൻ പറ്റും. എന്ന് മാത്രമല്ല, വഇന്നത്തുയുറ ഫിൽ ഹവാഇ യഅരിഫൂനഹാ, മരിച്ചുപോയ മനുഷ്യരായ ഞങ്ങൾ അറിയുന്നു എന്ന് മാത്രമല്ല, അതേ അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന ഏത് പക്ഷികളുണ്ടോ, പറവകളുണ്ടോ, അവകൾക്കെല്ലാം വെള്ളിയാഴ്ചയായാൽ ഇത് വെള്ളിയാഴ്ചയാണെന്നറിയാം, വെള്ളിയാഴ്ചയുടെ മഹത്വം അറിയാം. എന്ന് മാത്രമല്ല, വയഖൂലൂൻ, ആ പക്ഷികൾ ദിക്ർ ചൊല്ലും. ആ പക്ഷിയുടെ ദിക്റാണ് സലാമുൻ ലിയൗമിൻ സാലിഹ്, വെള്ളിയാഴ്ചക്ക് സ്വാഗതം പറയുന്ന ദിക്ർ. സലാമുൻ ലിയൗമിൻ സാലിഹ്, ഈ നല്ല ദിവസത്തിന് സമാധാനം എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ചയെ അവരെല്ലാം എതിരേൽക്കുന്നുണ്ട്, അഭിവാദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, മരിച്ചവർക്ക് മാത്രമല്ല, പക്ഷികൾക്ക് പോലും അത് വല്ലാത്ത പുണ്യദിനമാണ്. ഇനി ഓ സുഹൃത്തുക്കളെ, ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് അല്ലാഹു തആല ഇത് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന വെള്ളിയാഴ്ച രാവാക്കി തരട്ടെ. അതുപോലെ ഇനിയുള്ള വെള്ളിയാഴ്ച രാവുകൾ, അതുപോലെ